മലയാളത്തിലെ സൂപ്പർ ഹിറ്റ് ചിത്രങ്ങളിൽ ഒന്നാണ് മീശ മാധവൻ. ദിലീപ് കാവ്യ മാധവൻ ജോഡികൾ തകർത്തഭിനയിച്ച ചിത്രം. മലയാളികളുടെ എന്നത്തെയും പ്രിയപ്പെട്ട എവർഗ്രീൻ ചിത്രമാണ്. ലാൽ ജോസ് സംവിധാനം ചെയ്ത മീശ മാധവൻ പുറത്തിറങ്ങുന്നത് 2002-ലാണ്. ഒരു ആക്ഷൻ കോമഡി ചിത്രമായി പുറത്തിറങ്ങിയ മീശ മാധവൻ ആ വർഷത്തെ ഏറ്റവും വലിയ ഹിറ്റുകളിലൊന്നായിരുന്നു. മീശ മാധവൻ വലിയ ഹിറ്റായ സമയത്ത് നിർമ്മാതാവായ അപ്പച്ചൻ സാർ തന്റെ വീട്ടിൽ വന്നിട്ട് മീശ മാധവൻ തമിഴ് റീമേക്ക് ചെയ്യാനുള്ള അവകാശം തനിക്ക് തരണമെന്ന് തന്നോട് പറഞ്ഞു. ചിത്രം താൻ തന്നെ തമിഴിലും സംവിധാനം ചെയ്യണമെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. അദ്ദേഹത്തിന്റെ കയ്യിൽ വിജയുടെ ഡേറ്റ് ഉണ്ടെന്നും പറഞ്ഞിരുന്നു. അങ്ങനെ ഞങ്ങൾ ഇരുവരും മദ്രാസിൽ വിജയെ കാണാൻ പോയി. അങ്ങനെ അവിടെ വച്ച് വിജയ് ഈ ചിത്രം കാണുകയും അദ്ദേഹത്തിന് ഇഷ്ടപ്പെടുകയും ചെയ്തു. പക്ഷേ അദ്ദേഹം അതിനകത്ത് ഒരു വിയോജിപ്പ് പറഞ്ഞ കാര്യം തനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ടെന്ന് ലാൽ ജോസ് പറയുന്നു. ചിത്രത്തിന്റെ കഥയും കാര്യങ്ങളുമെല്ലാം വളരെ നല്ലതാണ്, പക്ഷേ ഒരു സൂപ്പർ സ്റ്റാറിന് ചേർന്ന രീതിയിലുള്ളതല്ല അതിന്റെ ക്ലൈമാക്സ് എന്ന്. അതായത് അദ്ദേഹം ഉദ്ദേശിച്ചത് ഒരു സൂപ്പർ സ്റ്റാറിന് ചെയ്യാനുള്ള അത്ര വലിയ ഒരു കണ്ടന്റ് അല്ല ചിത്രത്തിന്റെ ക്ലൈമാക്സിൽ ഉള്ളത് എന്നാണ് വിജയ് ഉദ്ദേശിച്ചത്. പക്ഷേ ഒരു സ്റ്റാറാകാൻ പോകുന്ന ഒരു നടന് ഈ ക്ലൈമാക്സ് മതിയാകും. പക്ഷെ തന്നെപ്പോലെ ഒരു സൂപ്പർ സ്റ്റാറിന് ഈ ക്ലൈമാക്സ് മതിയാകില്ല എന്ന് വിജയ് തന്നോട് പറഞ്ഞെന്ന് ലാൽ ജോസ് പറയുന്നു.